വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രതീക്ഷയോടെയാണ് പുതിയ നേതൃത്വമൊക്കെ നിലവിൽ വന്നിട്ടുള്ള BJP കാണുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടിട്ടുള്ള ഈ വോട്ട് ചോരി ആരോപണം ഉൾപ്പെടെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ആരോപണം ഉൾപ്പെടെ ഇവിടെ BJP ബാധിക്കാനുള്ള സാധ്യതയില്ലേ? കാരണം ഇപ്പം തന്നെ ഇവിടെ തൃശ്ശൂരിലെ ക്രമക്കേടിനെതിരെ CPM-ഉം കോൺഗ്രസും ഒക്കെ തെളിവുകളുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല BJP-യിലാണെങ്കിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വരുന്ന നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന BJP-ക്ക് ഒരു തടസ്സമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട് നേടാനായിട്ട് അവർക്ക് സാധിക്കുമോ? വൻ പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്ന BJP-യുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരു ബേസിക്കലി ഒരു പ്രൊഫഷണലാണല്ലോ അദ്ദേഹം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഒരു പുതിയ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാനൊക്കെയുള്ള ശ്രമത്തിലാണ് കേരളത്തിലേക്ക് വന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ BJP-ക്ക് അകത്ത് തന്നെയുണ്ട്. BJP ഭാരവാഹി പട്ടിക രൂപപ്പെട്ടപ്പോൾ തന്നെ അത് പലതും പ്രതിഷേധങ്ങളായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെത്ര ഒതുക്കി വെച്ചാലും കഴിയാത്ത വിധത്തിൽ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ മേൽക്കൈ ഉണ്ടായിരുന്ന BJP-യിൽ ഒരു വിഭാഗമുണ്ട്, ഈ മുരളീധരനും അല്ലെ സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്നവർ നേതൃത്വം. അവർ മറ്റു പലരെയും അടുപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, അല്ലെ അവരുടെ അനുയായികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിനാണ് ഇദ്ദേഹം രൂപം കൊടുത്തത്. ഒരു പലതും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് അദ്ദേഹം വന്നത്. ഏതായാലും കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. കേരളത്തിൽ BJP-ക്ക് കളം പിടിക്കുന്നതിനുള്ള ഒരു സീറ്റ് ലഭിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളെപ്പറ്റിയും നമുക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം തന്ത്രങ്ങൾ പലതും മാറി BJP പരീക്ഷിച്ചിട്ടുണ്ട്. ഈ പലതും കേരളത്തിൽ പരാജയമായിട്ടാണ് വന്നിട്ടുള്ളത്. സീറ്റ് പിടിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്കെടുത്താൽ ഒരു വോട്ട് പെർസെൻറ്റേജിൽ 20% വോട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP കേരളത്തിൽ. മുന്നണികളായി നിൽക്കുന്ന മറ്റു സംവിധാനത്തിലെ ഓരോ ചെറിയ കക്ഷികളെക്കാളൊക്കെ എത്രയോ കൂടുതലുണ്ട് BJP-ക്ക്. ഈ പലരും ഓരോ വോട്ട് ബേസ് അവർക്ക് പടിപടിയായി അല്ല പലയിടത്തും അവർ ഇത് ചെയ്യുകയും ചെയ്തിരുന്നു, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും അല്ലല്ലോ ജനാധിപത്യത്തിൽ. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സീറ്റാണ് പ്രശ്നം. സീറ്റ് പിടിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം കിട്ടുന്നില്ലെങ്കിലും അംഗങ്ങൾ പലയിടത്തും ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിൽ ഉണ്ട്. കഴിഞ്ഞ തവണ മുനിസിപ്പൽ ചെയർമാൻമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. ഇത്തവണ തീർച്ചയായിട്ടും അവർ തൃശ്ശൂരും തിരുവനന്തപുരവും കോർപ്പറേഷൻ പിടിക്കും എന്ന ഒരു നിലയിലാണ് പ്രഖ്യാപനം നടത്തിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ ഈ ഇവിടെ ഉന്നയിക്കപ്പെട്ടു വരുന്ന കാര്യങ്ങളിൽ ശരിയോ തെറ്റോ അല്ല പ്രശ്നം. BJP അതിനെ നേരിടുന്ന ഒരു സംവിധാനത്തിലാണ് പ്രശ്നം. കന്യാസ്ത്രീ വിഷയം തന്നെ, ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായ കന്യാസ്ത്രീ വിഷയം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ദോഷകരമായി വന്ന് ഭവിച്ചു കൂടുക നമുക്കറിയാമല്ലോ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഇടപെട്ടു. കേരളത്തിലെ BJP നേതൃത്വം വളരെ ശക്തമായിട്ട് അതിൽ ഇടപെട്ടു. അത് അവർ അംഗീകരിക്കുന്നുമുണ്ട്. പമ്പളാരി പിതാവൊക്കെ ഏറ്റവും ഒടുവിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് CPM നേതാവിൻ്റെ പ്രസ്താവനയെ അതിനിശ്ചിതമായിട്ട് സഭ വിമർശിച്ചിട്ടുണ്ട്. ശരിയാണ്, അവരാഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ എപ്പോഴും രൂപപ്പെട്ടു വരുന്ന ചില സമവാക്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിലെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെട്ടു വരുന്ന സമവാക്യങ്ങളുണ്ട്. ഈ വോട്ട് അതും തന്നെ സാർ, ഈ വിഷയം, ഈ കന്യാസ്ത്രീകളുടെ വിഷയം, അത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ ചർച്ചാ വിഷയമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതെ, നമ്മളിപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണല്ലോ പ്രശ്നിക്കുന്നത്. അവിടെ കേരളത്തിൽ BJP കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. അവർക്ക് BJP കടന്നു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തെ ഏതാണ്ട് അകറ്റുന്നത് പോലെയുള്ള ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും ഉള്ള പോലെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. BJP-ക്കെതിരായി ചെറിയ കാര്യങ്ങളടക്കം വലിയ കാര്യങ്ങളടക്കം വലുതാക്കിയെടുക്കുന്ന ഒരു പ്രവണത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അതറിഞ്ഞു വേണമല്ലോ പ്രവർത്തിക്കാൻ. ഇപ്പോൾ തൃശ്ശൂരെ ഈ സുരേഷ് ഗോപിയുടെ വിജയം തന്നെയെന്ന് പറയുന്നത് ഒരു BJP MP ആണ് ജയിച്ചത്. അപ്പോൾ ഈ വോട്ടർ പട്ടികയെ പറ്റിയുള്ള പരാമർശം കേരളത്തിൽ വഴക്ക് നടക്കുന്നത് കോൺഗ്രസും CPM-ഉം കൂടിയാണ്. കേരളത്തിൽ ഈ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യം സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കള്ളവോട്ട് കൊണ്ടാണ് ഇതുവരെ ജയിച്ചുകൊണ്ടിരുന്നത്. താൻ ഈ ഇരട്ട വോട്ട് അടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചത് കൊണ്ടാണ് ചെറിയ ഭൂരിപക്ഷമെങ്കിലും കിട്ടിയത്. ഇനിയും അവിടെ കള്ളവോട്ടുകൾ അവശേഷിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലടക്കം CPM ഇടപെടുന്നുവെന്ന ആരോപണം ഇവിടെ കോൺഗ്രസ് ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസും CPM ഒക്കെ അടക്കം അഖിലേന്ത്യാ തലത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ മഹാദേവ്പൂരിലെ ഉദാഹരണം എടുത്തുകൊണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ അതിനിശിതമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നത്. CPM-ഉം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയെപ്പറ്റി. സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിക്കപ്പെടുന്നത്. ഇതിനെ കേരളത്തിൽ കോൺഗ്രസും CPM രണ്ട് പക്ഷത്താണ് കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ BJP ഒരു MP ജയിച്ച സ്ഥലത്ത് തൃശ്ശൂരിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ള നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും കൃത്യമായ വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇതെങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ CPM BJP പോരാ. ഇന്നലെ അവിടെ കയ്യാങ്കളി വരെ ഉണ്ടായി തൃശ്ശൂരിൽ. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ BJP നടത്തുന്ന ഒരു വലിയ എഫർട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ ആ എഫർട്ടിന് അനുഗുണമായ ഒരു പ്രയോജനം അവർക്ക് ലഭിക്കാതെ വരുന്നതിന് അവരുടെ തന്നെ ഇൻറ്റേർണൽ ഫൈറ്റ് ഒരു കാരണമാകും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ മറ്റ് കാരണങ്ങളെക്കാൾ ഉപരി, പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന കാരണങ്ങളെക്കാൾ ഉപരി, പ്രക്ഷോഭങ്ങളെക്കാൾ ഉപരി, വോട്ടർ പട്ടികയെ സംബന്ധിച്ച വിവാദങ്ങളെക്കാൾ ഉപരി, തൃശ്ശൂരിൽ സംഭവിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി, ഇതിനേക്കാളൊക്കെ ഉപരി BJP-യിലെ ഇൻറ്റേർണൽ ഫൈറ്റാണ്. എന്നും അതൊരു വിഷയമായിരുന്നു. അതാണ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ബുദ്ധിമുട്ടായി വരുന്നത് എന്ന് വേണം കരുതാൻ. അത് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. BJP പലപ്പോഴും ഞാൻ പലരും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത് ഇവിടെ ക്ലച്ച് പിടിക്കില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ പോരാണ്. എനിക്ക് മുകളിൽ വരണം, എനിക്ക് മുകളിൽ വരണം. ആ ഒരു തമ്മിലുള്ള പോര് ഇതുവരെ മാറിയില്ല. ഇതിനൊരു പരിഹാരം എന്നോണമായിരിക്കുമല്ലോ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ അവിടെ അവരോധിച്ചത്. പക്ഷെ അത് ഈ ഒരു ഉൾപാർട്ടി പ്രശ്നം രൂക്ഷമാക്കാനാണോ വഴിവെച്ചത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വസ്തുത പറയുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അല്ലേ? പിന്നീട് ഇവിടെ അയാൾ അവിടെ നിന്ന് വർക്ക് ചെയ്തു എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ വോട്ടർ ചേർത്തൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ മത്സരിക്കുകയും തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്തതുകൊണ്ട് ആണ് മറ്റ് ഈ പരമ്പരാഗതമായ BJP-ക്കെതിരായി വോട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ കൂടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അത് ഇവിടെ ഒരു ഉദാഹരണം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് 2 സ്ഥലത്ത് അടുപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 2 തവണ നിർത്തിക്കഴിഞ്ഞാൽ അവർ ജയിക്കാനുള്ള സാധ്യതയുള്ളവരാണ്. പക്ഷേ ഇന്ന് വരെ അങ്ങനെ നിർത്തി കണ്ടിട്ടില്ല. ഓരോ തെരഞ്ഞെടുപ്പിൽ അവരെ ചെല്ലുന്നിടത്തൊക്കെ അവരെ വോട്ട് ഷെയറും ഭീകരമായി വർദ്ധിപ്പിക്കും, ഭയങ്കരമായി വർദ്ധിപ്പിക്കും. അവരെ ഒരു തവണ ഇവിടെ നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായാലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് കായംകുളത്ത് അവർ മുമ്പിൽ വന്നതാണ്. അവിടെ തന്നെ സീറ്റ് കൊടുത്താൽ ജയിച്ചേക്കും അവരെന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ ലഭ്യമായ സീറ്റ് അത്തരത്തിലുള്ള അതാണ് പ്രൊഫഷണൽ സംവിധാനം എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു ഗ്രൂപ്പുകാരെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പുകാരെ മാറ്റിയിട്ട് അടുത്തൊരു ഗ്രൂപ്പുകാർക്ക് അധികാരം എടുത്തു എന്നുള്ളതാണ്. എന്തായാലും അവരെ ഇൻഫൈറ്റിങ്, അതിനകത്തുള്ള പുറത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരി അകത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് BJP-ക്ക് വിനയാകാൻ പോകുന്നത്. ഇത്തവണയും BJP ഉദ്ദേശിക്കുന്നത് പോലെ ക്ലച്ച് പിടിക്കുന്ന ഒരു പ്രൊഫഷണൽ ടച്ച് അവിടെയാണ് ഉണ്ടാവേണ്ടത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും നിർത്തുന്നതിലുമാണ് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടായില്ലെങ്കിൽ ഇത്തവണയും BJP-യുടെ കാര്യം പരിങ്ങലിലാകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അത് അവരാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്.